ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഫെബ്രുവരി 11 വീഡിയോ ആണ്. അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന്. ഈ വീഡിയോ എടുത്ത ദിവസം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകുവാണ്. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ പോയി വന്നതിന് ശേഷമാണ് അമ്പലത്തിൽ പോകുന്നത്. കട്ടപ്പനയിൽ ഞങ്ങൾ എന്നും പോകുന്ന അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ഉത്സവം തുടങ്ങി. 3ാം ഉത്സവത്തിൻ്റെ അന്നാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. ഫെബ്രുവരി 9 തൊട്ട് ഫെബ്രുവരി 16 വരെയാണ് അവിടെ ഉത്സവം നടക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 6:45 കഴിഞ്ഞു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിക്കുവാണേ. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടല്ലേ ഇരുട്ടൊക്കെ ആവുന്നത്. 6:45 ആയുള്ളൂ എങ്കിലും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇവിടം തൊട്ടേ ട്യൂബ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടപ്പനയിലെ വലിയൊരു ഉത്സവം തന്നെയാണ് കേട്ടോ കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം. ഞങ്ങൾ കൂടുതലും അമ്പലത്തിൽ വരുന്നത് രാവിലെയാണ് കേട്ടോ. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണ് അമ്പലത്തിൽ വരുന്നത്. ഇന്ന് ചേട്ടൻ ഓഫീസിൽ രാവിലെ എത്തേണ്ടതുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ടാകട്ടെ എന്ന് കരുതി അങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം വന്നത്. പിന്നെ ഉത്സവം നടക്കുമല്ലേ, വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഫുൾ ബൾബ് മാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ ഇരു സൈഡും. റോഡ് മാത്രമല്ല അമ്പലവും ഫുള്ള് ബൾബ് മാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആലിലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കടകളൊക്കെ ആയി തുടങ്ങി. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലും കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി തിരക്കില്ലേലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 15-ാം തീയതി ആണ് കേട്ടോ മഹാഘോഷയാത്ര. ഇടുക്കിക്കവലയിലുള്ള അമ്പലത്തിൽ നിന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഘോഷയാത്ര തുടരുന്നത്. നമ്മുടെ ഇവിടെ കട്ടപ്പന അമ്പലത്തിൽ എത്തുമ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആകും കേട്ടോ. അത്ര വലിയ ഘോഷയാത്രയാണ് അന്ന്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ആ ഘോഷയാത്രയുടെ അന്നാണ് കേട്ടോ. ടൗണും അമ്പലത്തിൻ്റെ ഇവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ആളുള്ള ഒരു ഘോഷയാത്രയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒത്തിരി രൂപങ്ങളും കുറേ കലാകാരന്മാരും അതുപോലെ തന്നെ ഈ നേർച്ചയായിട്ട് പയറൊക്കെ മുളപ്പിച്ച് അതൊക്കെ തലയിലേന്തി ഒത്തിരി ആൾക്കാർ ഉള്ളൊരു ഘോഷയാത്രയാണ് കേട്ടോ. അത്ര ഭംഗിയാണ് ആ ഘോഷയാത്രയൊക്കെ കാണാനായിട്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ഇടാവേ. ഞാനും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ നാടായ തൊടുപുഴയിൽ അങ്ങനെയൊന്നുമില്ല. സാധാ ഘോഷയാത്രയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കുറച്ച് തമിഴ് ആൾക്കാരുള്ളത് കൊണ്ടാണോ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കാണുന്നത്. നാട്ടുമ്പുറങ്ങളിലേക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവേ. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയായിട്ടല്ലേ അമ്പലം അലങ്കരിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഫുൾ ബൾബ് മാലയൊക്കെ ഇട്ട്, വെറൈറ്റി ബൾബ് മാലയൊക്കെ ഇട്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വേറെ പ്രോഗ്രാം കാണാനൊന്നും നിന്നില്ല. അന്ന് ശാലുമേനോൻ, ആക്ട്രസ് ശാലുമേനോൻ്റെ സിനിമാറ്റിക് ബാലയായിരുന്നു കേട്ടോ പ്രോഗ്രാം. 8 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലബാർ മിഠായി വാങ്ങാനായിട്ട് കടയിൽ വന്നതാണ് കേട്ടോ. മലബാർ മിഠായിയും ഒരു പാക്കറ്റ് ചീടയുമാണ് വാങ്ങിയത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരും കേട്ടോ. അന്നൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, ഇഷ്ടമായിരുന്നു വാങ്ങിക്കാനൊക്കെ. ഇന്ന് അത്രയ്ക്ക് അങ്ങ് താല്പര്യമൊന്നുമില്ല. എന്നാലും കാണുമ്പോൾ വാങ്ങിക്കാനായിട്ടൊരു കൊതി തോന്നുമല്ലോ, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുവാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഈ 7 വർഷക്കാലം ഞങ്ങൾ കേക്കൊന്നും മുറിച്ചിട്ടില്ല. ഡ്രസ്സ് വാങ്ങും, പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും. അത് നിർബന്ധമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ എങ്ങോട്ടേലും ഒന്ന് ട്രിപ്പ് പോകാറുണ്ട്. 1 ഡേ ട്രിപ്പ്. ഇടുക്കി ആയതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ. അങ്ങനെ എങ്ങോട്ടേലുമൊക്കെ ഒന്ന് സ്ഥലം കാണാൻ പോകാറുണ്ട് കേട്ടോ. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും മൂന്നാറിലേക്കാണ് കേട്ടോ പോകാറ്. ഈ വർഷം ഒരിടത്തും പോയില്ല. ഞങ്ങൾ കറക്റ്റ് 11-ാം തീയതി തന്നെ പോകണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. 11-ാം തീയതി ഹോളിഡേ ആണെങ്കിൽ, ചേട്ടന് ഹോളിഡേ ആണെങ്കിൽ അന്ന് പോകും. അല്ലെങ്കിൽ ആ മാസത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ പോകും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതലൊന്നും ഞങ്ങളങ്ങനെ ആഘോഷിക്കാറില്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ആഘോഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ആഘോഷങ്ങളൊക്കെ നല്ലതല്ലേ എപ്പോഴും.
കാരണം നമ്മൾ നാളെ ആഘോഷിക്കാം അല്ലെങ്കിൽ അടുത്ത വർഷം ആഘോഷിക്കാം അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നമ്മൾ നാളെ ഉണ്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളുണ്ടോ എന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു തിയറി. അതെന്തായാലും വലിയ ആർഭാടമായിട്ടല്ല, ചെറിയ രീതിയിൽ ഒന്ന് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിക്കുക, ഡ്രസ്സ് എടുക്കുക, അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നതുകൊണ്ട് വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയ ചേട്ടന് നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ ഇതാണ് കേട്ടോ ചേട്ടന് കഴിക്കത്തുള്ളൂ. ഞാൻ പിന്നെ ചില്ലി പൊറോട്ട എന്നൊരു ഐറ്റമാണ് കേട്ടോ വാങ്ങിയത്. കുഴപ്പമില്ലായിരുന്നു, ചൈനീസ് ഡിഷാണേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടനും അതുകൂട്ട് കുറച്ച് കഴിച്ചു. പിന്നെ ചായയും കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ചില്ലി പൊറോട്ട കുറച്ചധികം ഉണ്ടായിരുന്നു, ഞാനത് മൊത്തം കഴിച്ചില്ല. അതുകൊണ്ട് ബാക്കി വന്നത് ഞാൻ പാഴ്സൽ വാങ്ങി ഞാനത് വന്നിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടി. എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസം ഇട്ടു കേട്ടോ. അന്നായിരുന്നു അനന്തുവിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ്. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. അന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എടുത്തത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഒരു 8:15 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോയാണ്. ഞാനൊരു മലബാർ മിഠായിയും ഈ ചീടയുമാണ് കേട്ടോ വാങ്ങിയത്. തൊടുപുഴയിലൊക്കെ ഈ ചീട ഇങ്ങനെയല്ല ഇരിക്കുന്നത്, നമ്മുടെ കയ്യിലിടുന്ന വളയിലെ അത്രയും വലിപ്പമുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വള എന്നാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഉത്സവങ്ങളിലൊന്നും ഞാൻ അത് കാണാറില്ല. ഇവിടെ എല്ലാം ഈ ചെറിയ രീതിയിലുള്ള ചീടയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്